ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ടയർ മാനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്, അത് മാറണം. ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ബാക്കിലത്തെ ഓൾറൗണ്ട് ഗാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ഓൾറൗണ്ട് ഗാർഡ് ശരിക്കും ഈ ഭാഗത്ത് ഇവിടുന്ന് ലെഗാണ് പൊട്ടിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യലടക്കില്ല. അപ്പോൾ ഞാനോട് ചെറിയ ഹോളടിച്ച് പിടിപ്പിക്കാം. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നിന്നോളും. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി ഫ്രണ്ട് വീല് പോയിട്ട് അത്യാവശ്യം ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ വണ്ടി ഒന്ന് മുട്ടിയിട്ടുണ്ട്. കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി സൈഡ് വലിവ് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ ഫ്രണ്ട് ഫോർക്ക് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ രീതി തന്നെ ഉപയോഗിക്കാം. കാര്യമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നണില്ല, ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. ബ്രേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയറിനകത്ത് തന്നെ ഓയിൽ നമ്മൾ നോക്കിയാൽ നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട്, അപ്പോൾ ടയർ നമുക്ക് മാറ്റി പുതിയ ടയർ ഇടണം. അപ്പോൾ നമുക്ക് ടയർ മാറ്റി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാം. അപ്പോൾ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്കും പുതിയ ടയർ ഇടുമ്പോൾ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ട്യൂബ് ഇട്ടാൽ നിറച്ചേക്കണേ, ട്യൂബ് ടയറാണ് ഇപ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത്. ഞാനത് ട്യൂബ്ലെസ് ആക്കി ഇടാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഞാൻ ഇത് ഈ രീതിയിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിമ്മിൻ്റെ ഉള്ളിൽ ഡിസ്കിൻ്റെ ഉള്ളിൽ തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ട്യൂബ് എന്നിട്ട് നിറയ്ക്കേണ്ടി വരും. ഇനി അതല്ല തുരുമ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ്ലെസ് ആക്കി നിറയ്ക്കാം, അതാണ് ഏറ്റവും സേഫ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാൻ തരും. തുരുമ്പ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്യൂബ് എന്നിട്ട് നിറയ്ക്കേണ്ടി വരും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കി, എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ക്ലച്ച് ഭാഗവും നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ചെക്കപ്പിൻ്റെ ഭാഗം ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. നിലവിൽ ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണ്. നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ്. അതിപ്പോൾ ഇത് മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നതൊക്കെ ബാൻഡ് വണ്ടിയാണ്. അപ്പോൾ അതിനേക്കാളും ഡബിളല്ല ട്രിപ്പിൾ ടൈം നമുക്ക് ഇതിന് ലൈഫ് കൂടുതൽ കിട്ടും. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇനിയും കിടന്ന് ഓടിക്കോളും. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ തേയ്മാനങ്ങളുണ്ട്, പക്ഷേ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനോ ഡാമേജ് ആയിട്ടോ അങ്ങനെ റോളറൊക്കെ ചെറിയൊരു തേയ്മാനം സൈഡ് തിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഇത് കിടന്ന് ഓടട്ടെ, അത് പരമാവധി ഓടിയതിന് ശേഷം കംപ്ലയിൻറ്റ് വന്ന സമയത്ത് മാറ്റിയാൽ മതി. ബെൻഡെക്സൊക്കെ ചെക്ക് ചെയ്തു, ബെൻഡെക്സ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്യുക, കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും പറയത്തക്ക ലീക്കേജ് ഒന്നും പറയില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്റർ കേബിൾ, 2 കേബിളുകൾ നമ്മൾ നോക്കണമുണ്ട് കേട്ടോ. നിലവിൽ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ മാറ്റണമെന്നില്ല, നമുക്ക് അടുത്ത സർവീസിൽ വേണമെങ്കിൽ മാറ്റാം. പിന്നെ കാർബറേറ്റർ നമ്മൾ നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കാണുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടിയും കംപ്ലൈൻ്റ് ആണ്. അതായത് ഓവർഫ്ലോ, മിസ്സിങ്, റണ്ണിങ്ങിൽ ഓഫായി പോകും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇപ്പോൾ വണ്ടികൾക്കുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇപ്പം നിലവിലില്ല, എന്നിരുതി തൊട്ടടുത്ത് തന്നെ വന്നുകൂടായിയൊന്നുമില്ല. ചില വണ്ടികൾ ഈ പറഞ്ഞ രീതിക്ക് പെട്ടെന്ന് റിപ്പീറ്റ് കാണിക്കാം. ഇതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ ഒരു മാസമോ ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസമോ അങ്ങനെയൊക്കെ വരാം. കാരണം കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻറ്റ് ഇല്ലയെന്ന് എഴുതിയിട്ട് കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല, കംപ്ലയിൻറ്റ് എന്തായാലും ഉണ്ട്. കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങി, നമ്മുടെ വണ്ടിക്കും കാണിക്കും. ഓട്ടം കുറവാണെങ്കിൽ അത് പെട്ടെന്ന് കാണിക്കും. അപ്പോൾ പരമാവധി വണ്ടി ഉപയോഗിക്കുക, അതാണ് നമുക്കതുമായി ചെയ്യാൻ പറ്റുക. പിന്നെ പവർ പെട്രോളൊക്കെ ഒന്ന് മാറ്റി അടിച്ച് നോക്കാം. അത് ടോട്ടൽ സൊല്യൂഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും കുറേ കൂടിയൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പവർ പെട്രോൾ അടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നൊന്നുമില്ല, കാരണം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലില്ല. പിന്നെ നമ്മളിപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർഫ്ലോ കാണിക്കും, അപ്പോൾ പിന്നെ കാർബറേറ്റർ മാറ്റേണ്ടി വരും. എന്തായാലും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പേരിൽ അഴിക്കാം, അത് ആ രീതി അതുവരെ കിടന്ന് ഓർത്തെ. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാൽ, അപ്പോൾ ഈ ഷോക്കിൻ്റെ ബുഷ്, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്, അത് ഓവലായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിയിടണം. അതേപോലെ ലിങ്കിൻ്റെ ബുഷ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്, അപ്പോൾ അയച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നോക്കാം. പ്ലേ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോളർ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ കോളറും ഗ്രീൻ ബുഷും ഉൾപ്പെടുത്തുന്നുണ്ട്. കോളർ ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുള്ളൂ. പിന്നെ ബാറ്ററി 2024 ബാറ്ററിയാണ് ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, ലോഡ് കൊടുക്കുമ്പോൾ 9.5 വോൾട്ടിലേക്കുണ്ട്. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് എന്ന് പറയാറായിട്ടില്ല, എന്നാലും ഏകദേശം അതിൻ്റെ ബോർഡർ ലൈനിലാണ് നിൽക്കണേ. പിന്നെ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് സെൻറ്ററിൽ വരുന്ന ബെയറിംഗ് ഉണ്ട്, കോൺസെറ്റ് എന്ന് പറയും. ആ കോൺസെറ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാരണം ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ ഗട്ടറുള്ള വഴിക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇറിറ്റേഷൻ കാണിക്കുന്ന പോലെ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ വൈസറിൻ്റെ സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. അതായത് അടി സ്ക്രൂ ചെയ്യണ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പരമാവധി ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിടണം. ഈ ബ്രേക്ക് ലിവറും ഈ സൈഡിലത്തെ ഒരു സ്വിച്ചും കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. കാരണം ബ്രേക്ക് ലിവർ ഒന്ന് ബെൻഡായങ്ങനെയാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ആ സ്വിച്ചും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ക്ലിയർ ആയിക്കോളും. ലെഫ്റ്റ് സൈഡ് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ആ സ്വിച്ചിന്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിടാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റുന്നുണ്ട്, അല്ല ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇത് പുതിയ ഇതാണ്, ജസ്റ്റ് ക്ലീൻ എയർ ഫിൽറ്ററും പ്ലഗും സെക്കൻഡറി ഫിൽറ്ററും പുതിയ തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് ഏകദേശം അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. ഞാൻ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും നമുക്കൊരു 6:30-7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് കയറിയേക്കണേ. അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ തരും കേട്ടോ.